ഒരുമിച്ച് മതിയെന്ന് അവർക്കും. പിന്നെ ഞാനും കൂടുതൽ മിണ്ടാൻ പോയില്ല. അവസാനം ഒരലസമട്ടിൽ ബിബി പറഞ്ഞു. പിന്നെ അവിടെ കല്യാണ ചർച്ചകളായിരുന്നു. അതിൻ്റെ ഇടയിൽ മുസ്തുവിനെ മൂന്നാളും കൂടി വരുന്നുണ്ട്. ഇടയിൽ ഇനി അവനാണല്ലോ അവരുടെ ടീമിൽ ബാക്കി. ചെക്കൻ ഉമ്മ കണ്ടുപിടിക്കട്ടെ, അവളും മതി എന്നും പറഞ്ഞ് മുങ്ങുകയാണ്. രാത്രി 10 മണിയാവുമ്പോഴേക്കും അവർ കടയടച്ചു. നല്ല കൊച്ചാണ്, ബിബിക്ക് ചേരും. മിക്കവാറും ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ കല്യാണം ഉണ്ടാവും. അവളെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർത്തിരുത്തി ഹരി പറയെ ഗൗരി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. ചേട്ടായിക്ക് അവളെ ഇഷ്ടമായോ? ബിബിയുടെ കാര്യം ഹരി അവളോട് പറഞ്ഞിരുന്നു. പിന്നെ അവൻ്റെ മുഖത്ത് തെളിച്ചൊക്കെ വന്നിട്ടുണ്ട്. അത് മതി, ബാക്കിയൊക്കെ അവൾ മാറ്റിയെടുത്തോളും. പാവമാടി അവൻ, സ്നേഹിക്കാനേ അറിയൂ. പക്ഷേ വിധി അങ്ങനെ ആയിപ്പോയി. ഹരിയുടെ ശബ്ദം നേർത്തു. ഗൗരി അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ മെല്ലെ പിടിച്ചു വലിച്ചതും ഹരി എരി വലിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണുരുട്ടി. വേദനിക്കുന്നടി, പയ്യെ. ഗൗരി വീണ്ടും ഒന്ന് വലിച്ചു വിട്ടതും ഹരി അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. പകപ്പോടെ നോക്കുന്നവളുടെ ഇരു സൈഡിലും കൈകുത്തി നിന്നു. പറഞ്ഞ കേൾക്കാൻ വയ്യല്ലേ നിനക്ക്? അത് നല്ല രസമാണ് ഹരിയേട്ടാ, ഇന്നിങ്ങനെ ചുഴറ്റി വലിക്കാൻ. പറയുന്നതിനൊപ്പം പെണ്ണു വിരലിൽ ചുഴറ്റി വലിക്കുന്നുണ്ട്. ഹരി മുഖം താഴ്ത്തി ആ തുടുത്ത കവിളിൽ ഒന്ന് അമർത്തി കടിച്ചു. അവൾ കണ്ണുകൾ ഇറക്കി അടച്ചുപോയി. അതെ, നല്ല രസമാണ് വച്ചേ ഇങ്ങനെ കടിച്ചു പറിക്കാൻ, അവൾ പറഞ്ഞ അതേ ടോണിൽ അവനും പറഞ്ഞു. കടിച്ചിടം അവൻ്റെ ചുണ്ടമർന്നു. മെല്ലെ അവിടെ നാവ് കൊണ്ട് തഴുകവേ ഗൗരി അവൻ്റെ മുടിയിൽ കൈ കടത്തി അവനെ തന്നിലേക്ക് ചേർത്തു. ഹരിയുടെ ചുണ്ട് അവളുടെ മുഖമാകെ ഓടി നടന്നു. ആ നെറ്റിയിൽ, കണ്ണിൽ, കവിളിൽ, താടിത്തുമ്പിൽ, ഒടുവിൽ ആ ചെഞ്ചുണ്ടിലും പ്രണയം പകുത്തു നൽകി അവളെ ചുംബിച്ചു തളർത്തിയവൻ. അവൻ്റെ കൈകൾ അവളിൽ സഞ്ചാരം തീർത്തു. വയറിലവൻ ശക്തിയായി അമർത്തി തഴുകി തലോടി. ഗൗരി പിടഞ്ഞുകൊണ്ടൊന്ന് ഉയർന്നു പൊങ്ങിയതും ഹരി അവളെ മോചിപ്പിച്ചുകൊണ്ട് ആ കഴുത്തിൽ മുഖമമർത്തി. കുഞ്ഞ്, എത്ര നാളത്തെ കടമുണ്ടെന്നറിയോ? വീട്ടിട്ടെ ഞാൻ, മന്ത്രണം പോലെ ചോദിച്ചുകൊണ്ട് ആ ചെവി ഒന്നാകെ അവൻ നുണഞ്ഞു വിട്ടതും ഗൗരി ഏങ്ങലോടെ അവനെ അള്ളിപ്പിടിച്ചു. പലിശ സഹിതം വീട്ടിക്കും. അവളുടെ കിതപ്പാർന്ന സ്വരം ഹരിയ നെറ്റിയിലൊന്ന് അമർത്തി മുത്തി. വീണ്ടും മുഖമാകെ ചുണ്ടിഴിച്ച് അതിനിണയിൽ ചേരുമ്പോൾ രണ്ടാളുടെയും ശരീരം ചൂടുപിടിച്ചു തുടങ്ങിയിരുന്നു. തമ്മിൽ താലോലിച്ച് ഓരോ തടസ്സങ്ങളും അടർത്തി മാറ്റവേ കൂട്ടിനായി ചുണ്ടും ഒന്നാകെ ഒഴുകി നടന്നു. ഉമ്മുനീരിനൊപ്പം വിയർപ്പ് കണങ്ങളും ഒന്നായി. അവളിലെ പുതുരുചി തേടി ഹരി അലഞ്ഞു. അവൻ നൽകുന്ന അനുഭൂതിയിൽ ഗൗരി പിടഞ്ഞു പൊന്തി. ബെഡിൽ കൈകൾ ശക്തിയിൽ അമർന്നു. കണ്ണുകൾ ഇറുക്കിയടച്ചു. കുഞ്ഞ്, ഒടുവിൽ എപ്പോഴോ അവളിലേക്ക് അമർന്നുകൊണ്ട് അവളിൽ തന്നെ നിറക്കെ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അനുഭൂതിയിൽ സീൽക്കാരങ്ങൾ പുറത്തേക്ക് ചാടി. ഹരി വീണ്ടും അവളുടെ ചുണ്ടിനെ ബന്ധിച്ചു. കൈകൾ ഞെരിച്ചു വിട്ടു. പ്രണയമെന്ന വികാരത്തിൻ്റെ കൊടുമുടിയിലെത്തവേ വിറച്ചുകൊണ്ട് ഹരി അവളിലേക്ക് വീണതും ഗൗരി അവനെ പൊതിഞ്ഞു പിടിച്ചു. ആ വിയർപ്പൊടുകുന്ന നെറ്റിയിൽ അമർത്തി മുത്തി. കുഞ്ഞ്, ഹരിയേട്ടാ. അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. ഐ ലവ് യു. പ്രണയം മാത്രം നിറച്ചുകൊണ്ട് അവൻ ആ നെറ്റിയിൽ മുത്തിമുട്ടതും ഗൗരി അവൻ്റെ നെഞ്ചിൽ അമർത്തി മുത്തി. കൂടെ അവൻ്റെ കീഴ്ച്ചുണ്ട് ഒന്ന് നുണഞ്ഞു വിട്ടു. ഐ ലവ് യു ടു. എത്ര അവനെ മുറുക്കാൻ പറ്റുമോ അത്രയും അവനെ നെഞ്ചിലേക്ക് അമർത്തി അവൾ പൊതിഞ്ഞു പിടിക്കെ ഹരി അവളുടെ മാറിൽ പതുങ്ങിക്കൂടി, ഒരു കുഞ്ഞിനെ പോലെ. അതൊരു ഓണപ്പുലരിയാണ്. ജനലിലൂടെ വന്നു പതിക്കുന്ന സൂര്യപ്രകാശം മുറിയിലാകെ പടർന്നു. ഗൗരി അതേ തിളക്കം നിറഞ്ഞ ചിരിയോടെ കണ്ണാടിയിൽ സ്വയം ഒന്ന് നോക്കി. ഗോൾഡൻ കളറിലുള്ള ബോർഡർ വന്ന സാരിയാണ് അവളുടെ വേഷം. മുടി കുളിപ്പനിലിട്ട് വിടർത്തിയിട്ടു. കാതിൽ കുഞ്ഞു കമ്മലും നെറ്റിയിലൊരു പൊട്ടും. അവളുടെ ഒരുക്കം കഴിഞ്ഞു. പ്രണയം നിറഞ്ഞ ചിരിയോടെ അവൾ തിരിഞ്ഞ് ഷർട്ടിടുന്നവനെ നോക്കി. ഹരിയേട്ട, എങ്ങനെയുണ്ട്? ബട്ടൺ മുഴുവനും ഇട്ട് തിരിഞ്ഞു നോക്കവേ ഹരിയുടെ കണ്ണുകൾ വിടർന്നു. ഒരു പുഞ്ചിരിയോടെ അവളുടെ അടുക്കലേക്ക് നടന്നവൻ അവളിലേക്ക് ഒന്നുകൂടി മുഖമടുപ്പിച്ച് ചോദിക്കെ ഗൗരി ആ ചുണ്ടിൽ അമർത്തി മുത്തി. ഹരി ഒന്നുകൂടി അവളെ നെഞ്ചിലേക്ക് ചേർത്തു. അവൻ്റെ മീശത്തുമ്പ് കൊണ്ട് അവളുടെ ചുണ്ടൊന്ന് ഇക്കിളിയായി. ഇത് കുത്തി കയറുക. ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി ഹരി മീശയൊന്ന് പിരിച്ചു വെച്ചു. എന്തോ കുസൃതി ഒപ്പിക്കാൻ പോവുകയാണെന്ന് ആ ഭാവത്തിൽ തന്നെ ഗൗരിക്ക് ഉറപ്പ്. ഹരിയേട്ടാ, അവൾ വിളിക്കേണ്ട താമസം ഹരി അവളുടെ കവിളിൽ ചുണ്ടമർത്തി. ഗൗരി കണ്ണുകൾ ഉറുക്കിയടച്ചുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ ചുരുട്ടിപ്പിടിച്ചു. നിറഞ്ഞ ചിരി അവളിൽ വിരിഞ്ഞു. പുഞ്ചിരിയിൽ വിരിഞ്ഞ കവിളിൽ മെല്ലെ ചുണ്ടിഴച്ചതും ഗൗരി കണ്ണു തുറന്നു. ഹരിയേട്ട, അവൻ്റെ മീശത്തുമ്പ് നൽകുന്ന സുഖമുള്ള വേദനയിൽ അവളൊന്ന് പുളഞ്ഞു. വീണ്ടും വീണ്ടും അവൻ ചുണ്ട് ആ മുഖമാകെ ഇഴച്ചു.
ഗൗരി നിന്ന് വിറച്ചു. അവൻ്റെ ഷർട്ട് ചുളിഞ്ഞു. കള്ളച്ചിരിയോടെ അടർന്നു മാറിയവൻ അവളുടെ മുഖത്തേക്കൊന്ന് ഊതി. ഗൗരി കണ്ണു തുറന്ന് അവനെ നോക്കി. ചിരി നിറഞ്ഞ ചുണ്ട്, നുണക്കുഴി തെളിഞ്ഞ കവിൾ ഒന്നുയർന്ന് അവൻ്റെ ചുണ്ടിലെ ചിരിയെ ഗൗരി കട്ടെടുത്തു. ഹരി ചിരിയോടെ ഇടുപ്പിൽ ചുറ്റി അവളെ ഉയർത്തി. അവൾ ആവേശത്തോടെ, അതിലുപരി പ്രണയത്തോടെ അവൻ്റെ ചുണ്ടുകളെ നുണഞ്ഞു വലിച്ചു. ഹരിയുടെ നെഞ്ചിടിപ്പ് ഏറുന്നുണ്ടായിരുന്നു. കൈകൾ സാരികൾക്കിടയിലൂടെ ആ വയറിൽ മെല്ലെ തലോടി. ഒടുവിൽ കിതപ്പിനാൽ മരിച്ചു പോകുമെന്ന അവസ്ഥയിൽ അകന്നുകൊണ്ട് അവൾ ആ കഴുത്തിൽ മുഖം പൂഴ്ത്തി. ഹരി അവളുടെ പുറത്തുകൂടി മെല്ലെ തടവി. ഇഷ്ടായി, ഇതൊരുപാട് ഇഷ്ടമായി. ഓണസമ്മാനമാണോ? കവിളിൽ മെല്ലെ വേലൊഴിച്ചുകൊണ്ട് ഹരി ചോദിക്കെ ഗൗരി അല്ലെന്ന് തലയാട്ടി. പിന്നെ അത് വേറെ ഉണ്ട്, പിന്നെ തരാം. അവളുടെ കണ്ണിൽ വല്ലാത്ത തിളക്കമാണ്. ഹരി ആ ഇരു കണ്ണിലും ചുംബിച്ചു. ഇനി പോകാം, ഇല്ലേ അമ്പലത്തിൽ പോക്ക് നടക്കില്ല. അവൾ തലയാട്ടി. രണ്ടാളും ഇറങ്ങുമ്പോൾ സുജാതയും ഹീതുവും റെഡിയായി വന്നിട്ടുണ്ട്. ഹരിയും ഗൗരിയും ഹീതുവും കൂടി ഇട്ടതാണ്. കൂടെ മാവിൻ ചുവട്ടിൽ ഊഞ്ഞാലും കെട്ടി. കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ഓണമായതുകൊണ്ട് സദ്യമൊക്കെ ഗംഭീരമായിട്ടാണ്. 11:30 മണിയാവുമ്പോഴേക്കും ബിബിയും കെട്ടിയോൾ റീമയും അമ്മച്ചിയും കൂടെ മുസ്തുവും കെട്ടിയോൾ ഷെയ്മയും ഉമ്മച്ചിയും വന്നു. എല്ലാ വർഷത്തെയും പോലെ അവർക്കിന്നും ഹരിയുടെ വീട്ടിലാണ് ഓണം. പതിവ് തെറ്റിക്കാൻ അവർ നിന്നില്ല. പെണ്ണുങ്ങളെല്ലാവരും സദ്യയുടെ തിരക്കിലിറങ്ങിയപ്പോൾ ഒരു തോർത്ത് തലയിൽ ചുറ്റി ആൺപടകളും ഇറങ്ങി. ആകെ ബഹളമായിരുന്നു അടുക്കളയിൽ. ഗൗരിക്കും റീമയ്ക്കും ഷെയ്മയ്ക്കും എല്ലാം ആദ്യ അനുഭവമാണ്. 1 മാസം മുമ്പായിരുന്നു മുസ്തുവിൻ്റെ നിക്കാഹ്. പക്ക അറേഞ്ച് മാരേജ്. 5 മാസം മുൻപ് ബിബിയുടെയും മിന്നുകെട്ട് കഴിഞ്ഞിരുന്നു. ദാ ആ ഇലയും കൂടി പയ്യ ഹരിയേട്ട കീറും. മുണ്ടും മടക്കി ഉടുത്ത് വാഴയില വെട്ടുന്നവൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ഗൗരി. ഗൗരി വേണ്ടത്ര ഇലകൾ വെട്ടി ഗൗരിയുടെ കയ്യിൽ കൊടുത്തു. ഇതുപോലെ മതി. ഇല വാങ്ങി സാരി ഒതുക്കി അവൾ മുന്നിലേക്ക് നടന്നതും ഹരി അവളുടെ വയറിലൂടെ ചുറ്റി അവനിലേക്ക് അമർത്തി. ശക്തിയിലൊന്ന് ഞെട്ടിപ്പോയി ഗൗരി. പ്രതീക്ഷിച്ചിരുന്നില്ല ഈ നീക്കം. ഹരിയേട്ടാ. ഇലകൾ ഒതുക്കി പിടിച്ച് അവൾ വിറയലോടെ വിളിക്കെ അവൻ ആ കഴുത്തിൽ ചുണ്ടമർത്തി മുത്തി. അവളിൽ പൊടിഞ്ഞ വിയർപ്പിനെ അപ്പാടെ നുണഞ്ഞ് വായിലാക്കി. കണ്ണുകൾ അടച്ച് ഏങ്ങിപ്പോയി ഗൗരി. വിയർന്ന് ചുവന്ന് നിൽക്കുമ്പോൾ എങ്ങനെയടി മനുഷ്യൻ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്? പറയുന്നതിനൊപ്പം കഴുത്താകെ മുത്തം കൊണ്ട് മൂടുന്നുണ്ട്. ഗൗരിയൊന്നും മൂളിക്കൊണ്ട് കുതറിമാറാൻ നോക്കിയതും ഹരി അവളെ മോചിപ്പിച്ചു. എല്ലാവരും ഒന്നിച്ചിരുന്നാണ് കഴിച്ചത്. 3 മണി കഴിഞ്ഞതും എല്ലാം ഒതുക്കി വെച്ചവർ മുറ്റത്തേക്കിറങ്ങി. ക്ഷീണമുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഓരോ കളികളിലായി അവർ. കുറച്ചു കഴിഞ്ഞതും അജയും ഭാര്യയും ആരതിയും വന്നു. ആരതി ഇപ്പോൾ 4 മാസം പ്രഗ്നൻ്റാണ്. 3 അമ്മമാരും തിണ്ണയിലിരുന്ന് മക്കളുടെ സന്തോഷങ്ങൾ നോക്കിക്കണ്ടു. ഗൗരി അധികമൊന്നും ഊഞ്ഞാലിൽ ആടാനിരുന്നില്ല. അവൾക്കത് ചെറുതായിട്ട് പേടിയുണ്ട്. 4:30 കഴിഞ്ഞതും അമ്മമാർ പോയി കട്ടനിട്ട് വന്നു. പിന്നെ അത് കുടിച്ചായി കളികൾ. ആ മുറ്റമാകെ ബഹളം നിറഞ്ഞു. അവരുടെ പാട്ടുകൾ, കളിച്ചിരികൾ, അങ്ങനെ. ഒന്നുകൂടി ചേർന്ന് നിൽക്കണ്ടേ കൊച്ചേ? കുറച്ചകന്ന് നിൽക്കുന്ന പെണ്ണെ തോളിലൂടെ കൈയിട്ട് ബിബി നെഞ്ചിലേക്ക് ചേർത്തു. അവൾ ചിരിയോടെ അവനിലേക്ക് പറ്റി നിന്നു. ഓക്കെയാണോ ഹിതു? മുസ്തു ഒന്നുകൂടി ചോദിച്ചു. പെർഫെക്റ്റാ, എല്ലാവരും ചിരിക്കുക, ഞാൻ എടുക്കുക. അവൾ പറഞ്ഞതും എല്ലാവരുടെയും ചുണ്ടിലും പുഞ്ചിരി ഇറഞ്ഞു. ഹീതു ക്ലിക്ക് ചെയ്തു. മനോഹരമായ ഫോട്ടോ. പൂക്കളത്തിൻ്റെ പുറകിലായി അവർ. അജയും ആരതിയും ഹരിയും ഗൗരിയും ബിബിയും റീമയും പിന്നെ മുസ്തുവും ഷെയ്മയും തങ്ങളുടെ പ്രാണനെ നെഞ്ചിലേക്ക് ചേർത്ത് മനോഹരമായ ചിരിയോടെ അവർ. ആ ചിത്രം എല്ലാവരുടെയും ഹൃദയത്തിലാണ് പതിഞ്ഞത്. നോക്കട്ടെ. അജയ് ഫോൺ വാങ്ങി നോക്കി. അവൻ്റെ ചിരിക്ക് ഭംഗി കൂടി. പൊളി, ഇന്ന് തന്നെ ഒരു ഫ്രെയിമാക്കി മുറി വെക്കണം. അജയ് പറയെ ബാക്കി 3 ആളും ഫോൺ വാങ്ങി നോക്കി. അതെ, കാലങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന അവരുടെ സൗഹൃദം പോലെ തന്നെ മനോഹരമായ ഫോട്ടോ. കുഞ്ഞി വാ, നമുക്കതെടുക്കാം. ആരതിയോട് സംസാരിച്ച് നിൽക്കുന്നവളെ ഹരി വിളിച്ചതും ഗൗരി ചിരിയോടെ അവനോട് ചേർന്ന് നിന്നു. ഒരുപാട് ഫോട്ടോസ്. അവളുടെ നെറ്റിയിൽ മുത്തുന്നതും നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചതും അങ്ങനെ എത്ര എടുത്താലും ഹരിക്ക് മതിയാവുന്നില്ലായിരുന്നു. അവസാനം 2 ആളും ഒരു സെൽഫി എടുത്തു. പൂക്കളത്തിന് മുന്നിലായി ഹരി ഫോണും പിടിച്ചു നിന്നതും താടിക്ക് കൈ കൊടുത്ത് ഗൗരി അവൻ്റെ അടുക്കലേക്ക് നിന്നു. ആ നിമിഷം തന്നെ ഹരി ക്ലിക്ക് ചെയ്തു. സെറ്റ്. ഫോട്ടോ നോക്കി അവൻ പറയെ ഗൗരി ചിരിയോടെ അവനെ നോക്കി. ആ നിമിഷം തന്നെ അവളുടെ നെറ്റിയിലൊന്ന് മുത്തി ഹരി. വല്ലാത്ത ക്ഷീണമായിരുന്നു ഗൗരിക്ക്. രാവിലെ തുടങ്ങിയ ഓട്ടപ്പാച്ചിലല്ലേ. അതൊന്നും വകവെക്കാതെ അവൾ നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ കുളിച്ചു വന്നു. തലയും തുവർത്തി വരുമ്പോൾ ഹരി മുറിയിലുണ്ട്. ഷർട്ട് അഴിച്ചൊരു മൂലക്കെറിഞ്ഞിട്ടുണ്ട്. മുണ്ടും മാറ്റി ഉടുത്തു. എൻ്റെ കുഞ്ഞു വല്ലാതെ ക്ഷീണിച്ചല്ലോ. വയ്യ നിനക്ക്? മുഖമൊക്കെ വാടിപ്പോയല്ലോ. കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നവളെ പുറകിലൂടെ ഉണർന്നവൻ. വയ്യ ഹരിയേട്ടാ, നല്ല ഉറക്കം വരുന്നുണ്ട്. മേലാകെ വേദനയും നടുവിലൊരു വലിവും.
അവൾ ചുണ്ട് പിളർത്തി. ആണോ? ഞാൻ വേഗം കുളിച്ചു വന്ന് നടുത്തടവി തരാം. നീ ബെഡിലിരുന്ന് നീ നിൽക്കണ്ട, വാ. അവളെ പിടിച്ച് ബെഡിലിരുത്തി തോർത്ത് വാങ്ങി അവൻ മുടി തുടച്ചു കൊടുത്തു. അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. പിന്നെ ആ നെഞ്ചിൽ മുത്തി. കുഞ്ഞി. എന്തോ? അവളിൽ കള്ളച്ചിരി. അടങ്ങിയിരിക്കുക, നിനക്ക് വയ്യാത്തയാണ്. അവനൊരു മുന്നറിയിപ്പ് കൊടുത്തു. ഗൗരി ഇളിയോടെ അടങ്ങിയിരുന്നു. ഹരി കുളിച്ചു വരുമ്പോൾ പെണ്ണ് ബെഡിലിരിക്കുകയാണ്. അവൻ തോർത്ത് വിരിച്ച് വാതിൽ കുറ്റിയിട്ട് ജനൽ തുറന്ന് അവളുടെ അടുത്തായി ബെഡിലിരുന്നു. അവൻ വരാൻ കാത്തിരുന്നതുപോലെ ആ മടിയിൽ കയറിയിരുന്നു ഗൗരി. കള്ളി. അവൻ അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു. സഭ കൂടാൻ പോയില്ലേ ഹരിയേട്ടാ? ഹരി ഇല്ലെന്ന് തലയാട്ടി. എന്തേ? അജയുടെ പെണ്ണ് ആ മണം പിടിക്കില്ല, ഛർദ്ദിക്കും. അവൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളും വേണ്ടെന്ന് വെച്ചു. കണ്ണ് ചിമ്മി ചിരിച്ചവൻ. അതെന്തായാലും നന്നായി. അവളും ചിരിക്കെ ഹരി ആ ചുണ്ടിനെ ഒന്ന് താലോലിച്ചു വിട്ടു. ഒരു ഗിഫ്റ്റ് തരട്ടെ ഹരിയേട്ടാ? നെഞ്ചിലേക്ക് പതുങ്ങിയിരുന്ന് ഒളികെട്ടിനിട്ടാണ് അവളുടെ ചോദ്യം. ഹരിയുടെ നെറ്റി ചുളിഞ്ഞു. എന്താ, വല്ല മുത്തവുമാണോ? അല്ല, ഇത് വേറെ. അതും പറഞ്ഞ് വലത്തെ കൈ അവന് നേരെ നീട്ടി ഗൗരി. ഹരി സംശയത്തോടെ അവളെയും പിന്നെ കയ്യിലേക്കും നോക്കി. അവൻ്റെ കണ്ണൊന്ന് പിടഞ്ഞു. നെഞ്ചിനുള്ളിൽ മിന്നൽ പാഞ്ഞു കയറി. ആ നിമിഷം കൊണ്ട് കണ്ണുകളും നിറഞ്ഞു. കുഞ്ഞി. അവളിൽ കൈമുറുകി. ശബ്ദം വിറകൊണ്ടു. ഇഷ്ടമായോ? അവളിൽ അപ്പോഴും പതുങ്ങിയുള്ള ചിരി. സത്യമാണോ കുഞ്ഞി? വിശ്വാസം വരാതെ അവൻ വീണ്ടും ചോദിച്ചു. കൂടെ ആ പ്രഗ്നൻസി കാർഡ് എടുത്തു നോക്കി. തെളിഞ്ഞു നിൽക്കുന്ന 2 വര. അവൻ്റെ നെഞ്ചിൽ വല്ലാത്തൊരു കിതപ്പ് ഉയർന്നു. കല്യാണം കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞിരിക്കുന്നു. ലീൽ എപ്പോഴോ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിപ്പായിരുന്നു. തൻ്റെ കുഞ്ഞ്, തൻ്റെ ചോര. അവൻ്റെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. ഹരിയേട്ടാ. അവൾ വിളിക്കെ ഹരി ആ മുഖമാകെ മുത്തം കൊണ്ട് മൂടി. കൈകൾ അവളുടെ വയറിനെ പയ്യെ തഴുകി. കുഞ്ഞി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടി. നമ്മുടെ കുഞ്ഞു വയറ്റിൽ. നഗ്നമായ വയറിൽ കൈ മെല്ലെ തഴുകി അവൻ പറയെ ഗൗരിയുടെയും കണ്ണു നിറഞ്ഞു. അവൾ ഹരിയെ ആഞ്ഞു പുണർന്നു. അതെ ഹരിയേട്ടാ, എൻ്റെ കുഞ്ഞു വന്നു. അവൾ വിതമ്പി. ഹരി ആ ചുണ്ണിനെ പൊതിഞ്ഞുകൊണ്ട് സന്തോഷം പകത്തെടുത്തു. നിമിഷ നേരം നീണ്ടു നിന്ന് ചുംബനം. അപ്പോൾ തന്നെ അവൻ അടർന്നു മാറി. ഹരി അവളെ നേരെ ഇരുത്തി അവളുടെ വയറിന് മറയായ ടോപ്പ് ഉയർത്തി. വാവേ. അവൻ്റെ ചുണ്ടുകൾ വിറച്ചുപോയി. അച്ചടെ വാവേ. വയറിൽ ചുണ്ടമർത്തി അവൻ വിളിക്കെ കണ്ണീരോടെ ഗൗരി ചിരിച്ചു. ഹരിയുടെ ചുണ്ട് പലയാവർത്തി വയറ്റിലമർന്നു. ഒന്നുയർന്ന് ആ നെറ്റിയിലും അവൻ മുത്തി. കുഞ്ഞി, താങ്ക് യു. ഐ ലവ് യു സോ മച്ച്. അവളെ ഇറുക്കപ്പുണർന്നുകൊണ്ട് ഹരി പറയെ ഗൗരി തിരിച്ചും അവനെ പുണർന്നു. അവൻ്റെ നെഞ്ചിടിപ്പിൽ ചുണ്ടമർത്തി. അവളുടെ നെറ്റിയിൽ ഒന്നുകൂടി മുത്തി അവളെ തന്നിലേക്ക് ചേർത്തുമ്പോൾ ഹരിയുടെ കൈകൾ അവളുടെ വയറിനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. ഇനി ആ കുരുന്നിനുള്ള കാത്തിരിപ്പാണ്. അവർ കാത്തിരിക്കട്ടെ, അല്ലേ? നമ്മുടെ കാത്തിരിപ്പ് ഇവിടെ നിർത്താം. അവർ ഇനിയും ജീവിക്കും, സന്തോഷത്തോടെ പ്രണയിച്ച്.